السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين. أما بعد، قال الحافظ النووي رحمه الله: باب تعظيم حرمات المسلمين وبيان حقوقهم والشفقة عليهم ورحمتهم. റിയാദ് സാലിഹീനിൽ നബവി റഹിമഹുല്ല കൊടുത്തിട്ടുള്ള 27-ാമത്തെ അധ്യായമാണ്. ബാബു തഅലീമി ഹുറുമാത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഹുർമത്തുകൾ. ഹുർമത്ത് എന്ന് പറഞ്ഞാൽ പവിത്രത എന്ന് പറയാം. മുസ്ലിമീങ്ങളുടെ പവിത്രമായ കാര്യങ്ങളെ ബഹുമാനിക്കൽ. വബയാനി ഹുഖൂഖിഹിം, അവരുടെ അവകാശങ്ങൾ വിശദീകരിക്കൽ. വശഫഖത്തി അലൈഹിം വറഹ്മത്തിഹിം, അവരോട് അലിവും കാരുണ്യവും കാണിക്കൽ. ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്ന അധ്യായം. നിങ്ങൾ കാത്തിരിക്കുന്ന ക്ലാസ് ഉണ്ടാകും. നിയാഫ് കുറച്ച് വൈകിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇഷാൻ്റെ മുമ്പായിട്ട് എത്തും അല്ലേ? ഇഷാൻ്റെ മുമ്പായിട്ട് ദർസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അധ്യായത്തിൽ നബവി റഹിമഹുല്ല പറയുന്ന കാര്യങ്ങൾ ഇത്രയാണ്: മുസ്ലിമീങ്ങളുടെ ഹുറുമാത്ത്, പവിത്രമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ മുസ്ലിമീങ്ങളോട് കാണിക്കേണ്ട അലിവും കാരുണ്യവും, അതിനെക്കുറിച്ച് വന്നിട്ടുള്ള ഏതാനും ആയത്തുകളും ഹദീസുകളുമാണ് കൊടുത്തിട്ടുള്ളത്. ഖാല അല്ലാഹു തആല, എല്ലാ ബാബുകളും പോലെ ആയത്തുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. വമൻ യുഅദ്ദിം ഹുറുമാത്തില്ലാഹി ഫഹുവ ഖൈറുൽ ലഹു ഇൻദ റബ്ബിഹി. ആരാണോ അള്ളാഹുവിൻ്റെ ഹുറുമാത്ത്, ഹുറുമാത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ പവിത്രമായ കാര്യങ്ങൾ, പ്രത്യേകം വില കൊടുത്തിട്ടുള്ള ആദരിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അള്ളാഹു ആദരിച്ചിട്ടുള്ള കാര്യങ്ങളെ ആരാണോ ബഹുമാനിക്കുന്നത്, ഫഹുവ ഖൈറുൽ ലഹു ഇൻദ റബ്ബിഹി, തന്റെ റബ്ബിന്റെ അടുക്കൽ അത് അവനു ഖൈറായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പെടും? അതിൽ സ്ഥലങ്ങളുണ്ട്, കാലങ്ങളുണ്ട്, അതുപോലെ വ്യക്തികളുണ്ട്. അള്ളാഹു ആദരിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, 2 ഹറമുകൾ, അതുപോലെ ബൈത്തുൽ മഖ്ദിസ്, അതുപോലെ പൊതുവിൽ എല്ലാ പള്ളികളും അള്ളാഹു ആദരിച്ചിട്ടുള്ളതാണ്. ഇവയൊക്കെ ആദരിക്കൽ നമുക്ക് നിർബന്ധമാണ്. അതുപോലെ തന്നെ അള്ളാഹു ആദരിച്ചിട്ടുള്ള കാലങ്ങളുണ്ട്. യുദ്ധം ഹറാമാക്കിയ 4 പവിത്ര മാസങ്ങൾ, ഹജ്ജിന്റെ മാസം, അതുപോലെ തന്നെ റമദാൻ, വെള്ളിയാഴ്ച ദിവസം, ഇങ്ങനെയുള്ള പവിത്രമായ കാലങ്ങളുണ്ട്, സമയങ്ങളുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു ആദരിച്ചിട്ടുള്ള വ്യക്തികളുണ്ട്, അമ്പിയാക്കൾ, സ്വാലിഹ്യങ്ങളായ ആളുകൾ, ഉലമാക്കൾ. അതുപോലെ തന്നെ എല്ലാ മുഅ്മിനീങ്ങളും അള്ളാഹു ആദരിച്ചിട്ടുള്ളവരാണ്, മുസ്ലിമീങ്ങളായ ഓരോരുത്തരും. അപ്പോൾ ഇതിനെയൊക്കെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് ഫഹുവ ഖൈറുൽ ലഹു ഇൻദ റബ്ബിഹി, തന്റെ റബ്ബിന്റെ അടുക്കൽ ഖൈറായിരിക്കും. അപ്പൊ ഇതിൽ എന്ത് പെട്ടു? മുസ്ലിമീങ്ങൾ ഇതിൽ പെട്ടു. അള്ളാഹു ആദരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞതിൽ മുസ്ലിമീങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ആയത്ത് ഈ അധ്യായത്തിൽ കൊടുത്തിട്ടുള്ളത്. ഈ അധ്യായം മുസ്ലിമീങ്ങളോടുള്ള കടമകളെ കുറിച്ചാണ്, മുഅ്മിനീങ്ങളുടെ ഹക്കുകളെ കുറിച്ചാണ്. അപ്പൊ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹു ആദരിച്ചിട്ടുള്ള റബ്ബിന്റെ ഹുറുമാത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞത്, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായ ഹദീസാണ്, ബിഹസബിംറിഇൻ മിനശ്ശർരി, ഒരു മനുഷ്യന് ഷർറായിട്ട്, പാപമായിട്ട് ഒരു കാര്യം മാത്രം മതി. എല്ലാ കാര്യത്തിലും ഉഷാറാണ്, എല്ലാ കാര്യങ്ങളും അവൻ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. എന്നാലും അവന് പാപമായിട്ട് അവനൊരു ഷർറായ മനുഷ്യനാണ്, മോശപ്പെട്ട ഒരാളാണെന്ന് പറയാൻ ഒരൊറ്റ കാര്യം മതി. എന്താണ്? അൻ യുഹഖിറ അഖാഹുൽ മുസ്ലിം, തന്റെ മുസ്ലിമായ സഹോദരനെ പുച്ഛിക്കുക എന്നത് മാത്രം മതി. അപ്പോൾ ഒരു മുസ്ലിമായ ഒരു വ്യക്തിയെ അവന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റൊന്നും കൂടാതെ അനാദരിക്കുക, അപമാനിക്കുക എന്നുള്ളത്, അത് മാത്രം മതി ഒരാൾക്ക് ഷർറായിട്ട്, അള്ളാഹുവിന്റെ അടുക്കൽ അവൻ മോശമാകാൻ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിട്ടുള്ള മുഅ്മിനീങ്ങളെ ആദരിക്കണം എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം, അതുപോലെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ഇതൊരു മുഅ്മിന്റെ സ്വഭാവമാണ്, തന്റെ സഹോദരങ്ങളായ മുഅ്മിനീങ്ങളെ ആദരിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞത് അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും, കാഫിറുകളോട്, ഇസ്ലാമിന്റെ ശത്രുക്കളോട് ശിദ്ദത്തുള്ളവരായിരിക്കും, പരുഷമായി പെരുമാറുന്നവരായിരിക്കും. റുഹമാഉ ബൈനഹും, പരസ്പരം അവർ റഹ്മത്തുള്ളവരായിരിക്കും. അപ്പോൾ ഇത് മുഅ്മിന്റെ സ്വഭാവമാണ്. അടുത്ത ആയത്ത് നബി റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത് വഖാല തആല വമൻ യുഅദ്ദിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരാണോ അള്ളാഹുവിന്റെ ശിആറുകളെ ആദരിക്കുന്നത്, ഷഈറത്തുൻ എന്ന വാക്കിന്റെ ബഹുവചനമാണ് ഷആഇർ. ഷഈറത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇബാദാത്തു ളാഹിറ, ളാഹിറായി കാണുന്ന ഇബാദത്തുകൾ, പരസ്യമായി കാണുന്ന 5 നേരത്തെ ജമാഅത്ത് നമസ്കാരം, അത് ഇസ്ലാമിന്റെ ഒരു ഷിആറാണ്, ഇസ്ലാമിന്റെ ഒരു ചിഹ്നമാണ്.
അതുപോലെ ജുമുഅ ഇസ്ലാമിന്റെ ഷിആറാണ്. 2 ഈദുകൾ ഇസ്ലാമിന്റെ ഷിആറാണ്. ഇസ്ലാമികമായ വസ്ത്രം, താടി, ഇതുപോലെ പുറമേക്ക് കാണുന്ന ഇബാദത്തുകളൊക്കെ ഇസ്ലാമിന്റെ ഷിആറുകളാണ്. അതിനെ ആരാണോ ആദരിക്കുന്നത്, അള്ളാഹുവിന്റെ ഷിആറുകളെ ആരാണോ ആദരിക്കുന്നത്, ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് തഖ്വയുടെ ഭാഗമാണ്. ഒരു മനുഷ്യന്റെ ഖൽബിൽ തഖ്വയുണ്ട് എന്നതിന്റെ തെളിവാണ്, അടയാളമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ മനസ്സിൽ തഖ്വയുണ്ടോ ഇല്ലേ എന്ന് അറിയാനുള്ള, അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാളുടെ ഖൽബിൽ തഖ്വയുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സൂചനയാണ് അള്ളാഹുവിന്റെ ഷിആറുകളോടുള്ള ആദരവ്. അതിൽ നമുക്ക് കുറവുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് നമ്മെ അതിന് പ്രേരിപ്പിക്കണം. അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ ആദരിക്കാൻ നമ്മൾ പഠിക്കണം. അത് എത്രമാത്രം ആദരവുണ്ടോ അതിനനുസരിച്ചായിരിക്കും അവന്റെ തഖ്വ. ആ ദീനിന്റെ ഷിആറുകളായ എന്ത് കാര്യമായാലും, ഇപ്പോ പുരുഷന്മാർക്ക് താടി നിർബന്ധമാണ്, നമുക്കറിയാം. അത് ഇസ്ലാമിന്റെ ഒരു ഷൈറത്താണ്, ഒരു അടയാളമാണ്. അപ്പൊ താടി വെക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇനി ഒരാൾക്ക് താടി ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ താടി വെട്ടുന്ന ഒരാളാണെങ്കിൽ പോലും, അതിനെ ബഹുമാനിക്കുക എന്നുള്ളത് അതിൽ യാതൊരു ഇളവുമില്ല. താടി വെട്ടാനും ഇളവില്ല. പക്ഷെ അതിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാണ് ഒരു ഷിആർ എന്നുള്ള നിലക്ക്, ഇസ്ലാമിന്റെ ഒരു ചിഹ്നം എന്നുള്ള നിലക്ക് താടി ആദരിക്കാൻ. അപ്പൊ താടി ഇല്ലാത്ത ആൾക്കാരുടെ ഇടയിൽ തന്നെ 2 വിഭാഗം ഉണ്ടാവും. താടി വെച്ചവരോടൊരു ബഹുമാനമുള്ള ആൾക്കാരുണ്ടാവും, നേരെ മറിച്ച് പരിഹസിക്കുന്ന ആളുകളുണ്ടാവും. അത് വലിയ അപകടമാണ്. അതുപോലെ ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ആദരവ് കാണിക്കുക എന്നുള്ളത് അത് ഇസ്ലാമിന്റെ ഒരു ഷിആറാണ്. ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ഷിആറുകളിൽപ്പെട്ട ഒരു കാര്യമാണ് ത്വലബുൽ ഇൽമ്, അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വദിർവതു സനാമിഹി അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, ഇസ്ലാമിന്റെ ഏറ്റവും ഉയർന്ന ഭാഗം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. ജിഹാദിന്റെ കൂട്ടത്തിലാണ് ഉലമാക്കൾ ത്വലബുൽ ഇൽമിനെ എണ്ണിയിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ആയുധമെടുത്തിട്ടുള്ള ജിഹാദില്ല. ഇപ്പോൾ ഉള്ളത് ഇൽമു കൊണ്ടുള്ള ജിഹാദാണ്. അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുക, അതാണ് ഇപ്പോഴത്തെ ജിഹാദ്. അപ്പോ ചില പണ്ഡിതന്മാരൊക്കെ, മുഫസ്സിരീങ്ങളൊക്കെ സക്കാത്തിന്റെ അവകാശികളിൽ വിദ്യാർത്ഥികൾ എണ്ണിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം സക്കാത്തിന് 8 അവകാശികളാണുള്ളത്. അതിൽ 8 പേരിൽ 8ാമത്തെ ആൾ വഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്ക്, ആയുധത്തിന് വേണ്ടി ഒക്കെ സക്കാത്തിന്റെ പണം കൊടുക്കാം. അതിൽ ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഉൾപ്പെടും എന്ന് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. അത്രമാത്രം, ഞാൻ ആ അഭിപ്രായം ശരിയാണെന്നോ തെറ്റാണെന്ന് പറയല്ല, അത്രമാത്രം ത്വലബുൽ ഇൽമിന് പ്രാധാന്യമുണ്ട്. ജിഹാദിന്റെ ഭാഗമായിട്ടാണ് ഉലമാക്കൾ അതിനെ കണ്ടിട്ടുള്ളത്. അപ്പൊ ദീൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അവന് കുറച്ച് ബുദ്ധി കുറഞ്ഞവനാണെങ്കിലും പഠിക്കാൻ ബാക്കിലായിരിക്കും, പക്ഷെ അവൻ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നുണ്ടോ, അവൻ ആദരിക്കുക നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ഇജ്ലാലില്ലാഹി, അള്ളാഹുവിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ്. ഒരാൾ അള്ളാഹുവിനെ ആദരിക്കുന്നുണ്ടെങ്കിൽ 3 ആളുകൾ അവൻ ആദരിച്ചു കൊള്ളണം. ഇഖ്റാമ സുൽത്താനിൽ മുഖ്സിത്ത്, നീതിമാനായ മുസ്ലിം ഭരണാധികാരിയെ ആദരിക്കണം. അതുപോലെ തന്നെ വൃദ്ധനായ ഒരാൾ എന്ന് പറഞ്ഞു 2ാമത്തേത്. 3ാമത്തേത് വസാഹിബുൽ ഖുർആൻ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, ഖുർആൻ വഹിക്കുന്ന ആൾ, ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥി. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ഷിആറായിട്ടുള്ള എന്ത് കാര്യമായിരുന്നാലും അതിനെ ആദരിക്കുക എന്നുള്ള നിർബന്ധമാണ്. പള്ളികളെ നമ്മൾ ആദരിക്കണം. പള്ളിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കുന്നത് പുണ്യകർമ്മമാണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുണ്യകർമ്മങ്ങളിൽ പെട്ടതാണ് പള്ളിയിൽ നിന്നൊരു ഖദാത്ത് എടുത്തു കളയുക. ഖദാത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കണ്ണിൽ പോകുന്ന കരടിനാണ് ഖദാത്ത് എന്ന് പറയാം. അപ്പൊ അത്രയും ചെറിയ ഒരു മാലിന്യം പള്ളിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തു കളയുക എന്നുള്ളത് പുണ്യകരമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ്? പള്ളി അള്ളാഹുവിന്റെ ഷിആറുകളിൽപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ് പള്ളി. അതിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് ഈ ചെയ്യുന്ന പ്രവൃത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പള്ളി തൂത്തുവാരിയിരുന്ന ഒരു സ്ത്രീ, അവർ മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചില്ല. കാരണം ഒരു സാധാരണക്കാരിയായ, ആരും പ്രാധാന്യം കൊടുക്കാത്ത അവശയായ ഒരു സ്ത്രീയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഇസ്ലാമിനൊരു ഖിദ്മത്ത് ചെയ്തിട്ടുള്ള സ്ത്രീയാണ് അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പോയി അവരുടെ ഖബറിന്റെ അടുത്ത് പോയി മയ്യിത്ത് നമസ്കരിച്ചു. നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്ന് സഹാബത്തിനോട് ചോദിച്ചു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കോഴിയെ, പൂവൻ കോഴിയെ നിങ്ങൾ ശകാരിക്കരുത്, ചീത്ത പറയരുത്, കാരണം അത് നമസ്കാരത്തിന് ഉണർത്തുന്ന ജീവിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയ രീതിയിൽ ഒരു സേവനം അത് ദീനിന് ചെയ്യുന്നുണ്ട്. ആളുകൾ രാത്രിയിൽ നേരത്തെ ഉണർത്തുന്നുണ്ട് ഈ കോഴി. അപ്പൊ ഇസ്ലാമിന് എന്തെങ്കിലും തരത്തിൽ സഹായമാകുന്ന കാര്യങ്ങൾ, ലാഹിറായിട്ടുള്ള ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ, അവയെ ആദരിക്കുക എന്നുള്ളത് ഒരാളുടെ മനസ്സിൽ തഖ്വയുണ്ട് എന്നതിന്റെ അടയാളമാണ്. മനസ്സിൽ തഖ്വ ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്? സറാത്തിന് മുകളിൽ കടന്നു പോകുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞാണ്, തുമ്മനുനജ്ജില്ലദീന തഖൗ. ആ ഭയാനകമായ അവസ്ഥയിൽ നിർണായകമായ പരീക്ഷണമാണ് സിറാത്തിന് മുകളിൽ കടക്കുക എന്നുള്ളത്.
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പരീക്ഷണം. അതിന് മുകളിൽ നിന്ന് കടന്നുപോയാൽ സ്വർഗം, താഴെ വീണാൽ നരകം. അള്ളാഹു നമ്മയൊക്കെ കാത്ത് രക്ഷിക്കട്ടെ. അവിടെ രക്ഷപ്പെടാനാണ് തഖ്വയുള്ളവർ രക്ഷപ്പെടും. തഖ്വയുണ്ടോ എന്ന് അളക്കാനുള്ള മാർഗങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ മനസ്സിൽ തഖ്വയുണ്ടോ എന്ന് അറിയാനുള്ള മാർഗങ്ങളാണ് അള്ളാഹുവിന്റെ ദീനിലെ ശിആറുകൾ ആദരിക്കുക എന്നുള്ളത്. പൊതുവെ വളരെ വിഷമകരമായ ഒരവസ്ഥയാണ്. നമ്മുടെയൊക്കെ സ്വന്തം ജീവിതത്തിൽ ഈ കാര്യത്തിന്റെ കുറവ് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇന്നിപ്പോൾ ഇവിടെ ക്ലാസ് കുറച്ച് വൈകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ക്ലാസ് എടുക്കാൻ വിചാരിച്ചതല്ല. ആ വൈകുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം 7 മണി വരെ നമുക്ക് ഇവിടെ ഇരിക്കാൻ പ്രയാസമാണ്. ഈ ക്ലാസ് പ്രതീക്ഷിച്ച് വന്ന ആളുകൾക്ക് 7 മണി വരെ പള്ളിയിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. ക്ലാസ് ഇല്ലാതെ വെറുതെ ഇരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നത്. അത് തന്നെ നമ്മുടെ ഈ ശിആറുകളോടുള്ള ആദരവിന്റെ ഒരു അളവ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ആരും വിഷമിക്കരുത്, നമുക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഈ പള്ളിയിൽ ഇരുന്നാൽ നമുക്ക് എന്താണ് നഷ്ടം? 7 മണിയാകും എന്ന് പറഞ്ഞിട്ട് 7 മണി വരെ കാത്തിരുന്ന് നമ്മൾ ഖുർആൻ എടുത്ത് ഓതിയാൽ, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലിയിരുന്നാൽ, അല്ലെങ്കിൽ ദുആ ചെയ്താൽ, അല്ലെങ്കിൽ നമസ്കരിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. വല്ലപ്പോഴൊക്കെ മഗ്രിബ് മുതൽ ഇശാ വരെ നമസ്കരിക്കാറുണ്ടായിരുന്നു സുന്നത്ത്. മഗ്രിബ് മുതൽ ഇശാ വരെ സുന്നത്ത് നമസ്കരിക്കുക, മുത്തലക്കായി 2 റക്അത്ത് കഴിയുന്നത്ര നമസ്കരിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അപ്പൊ ഇപ്പോഴത്തെ ഈ സീസണിൽ ചെയ്യാൻ എളുപ്പമാണ്. മഗ്രിബ് കഴിഞ്ഞ് ഇശ പെട്ടെന്നാവും. അപ്പൊ ആ സുന്നത്ത് നമുക്ക് ജീവിപ്പിക്കാൻ പറ്റിയ ഒരു സമയമാണ്. അങ്ങനെ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇസ്ലാമിന്റെ പല ശിആറുകൾ നമുക്ക് ഹയാത്താക്കാൻ പറ്റും. പക്ഷെ നമുക്കതിന് താല്പര്യമില്ല. അത് വലിയൊരു നഷ്ടമാണ്. യഥാർത്ഥത്തിൽ ഇൽമ് എന്ന് പറയുന്ന ഈ ശിആർ, ഇതിന് നമ്മൾ കൊടുക്കേണ്ട ആദരവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയുന്ന ആളുകളുടെ വലുപ്പച്ചെറുപ്പ് നോക്കേണ്ടതില്ല. അവർ ശരിയായ അഖീദയുള്ള ആളുകളാണോ, സലഫ് സ്വാലിഹുകളുടെ ഫഹം അനുസരിച്ച് ദീൻ പഠിപ്പിക്കുന്നവരാണോ, ആ ഇൽമിനെ നമ്മൾ ആദരിക്കുന്നത്, പറയുന്ന വ്യക്തിയെയല്ല. പറയുന്ന വ്യക്തികളെയും ആദരിക്കണം. പക്ഷെ അതിനേക്കാൾ പ്രധാനം അടിസ്ഥാനപരമായത് ഇൽമാണ്. സഹാബത്തിന്റെ കാലത്ത് നടന്ന സംഭവങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അവരെത്രമാത്രം ഇൽമിനെ ആദരിച്ചിരുന്നു. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഫഖിഹ്ഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅവീൽ. അല്ലാഹു ഇദ്ദേഹത്തിന് ദീനിൽ ഫിഖ്ഹ് കൊടുക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിട്ടുള്ള ആളാണ്. ഹബ്റുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ പണ്ഡിതൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മറ്റു സഹാബിമാരുടെ അടുത്തേക്ക് ദീൻ പഠിക്കാൻ വേണ്ടി പോകും. എന്നിട്ട് ഈ സഹാബി, ആലിമായ സഹാബി വീട്ടിൽ ചിലപ്പോൾ ഉറങ്ങുകയായിരിക്കും. രാവിലെ ഖൈലൂല ഉറങ്ങുന്ന സമയമായിരിക്കും, ളുഹറിന് മുമ്പ്. അപ്പൊ അദ്ദേഹം വീടിന്റെ പുറത്ത് കിടക്കും. അങ്ങനെ ഈ വീട്ടുകാരൻ ഉറക്കമുണർന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അദ്ദേഹം ആരാണ്? ഇസ്ലാമിക ലോകത്തിന്റെ ഭരണാധികാരിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കസിനാണ്. അതുപോലെ തന്നെ ഈ ഉമ്മത്തിലെ വലിയ മുഫസ്സിറാണ്, മുഫസ്സിരീങ്ങളുടെ ഇമാമാണ് അദ്ദേഹം. ഇങ്ങനെയുള്ള മഹാൻ ഹാഷിമിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരനാണ്. ഇങ്ങനെയുള്ള സഹാബി അദ്ദേഹം ഇങ്ങനെ മണ്ണും പൊടിയും ഒക്കെ ശരീരത്തിൽ പുരണ്ട് അവിടെ കിടക്കുകയായിരിക്കും. അപ്പൊ ഈ സഹാബിമാര് ചോദിക്കും, യബ്ന അമ്മി റസൂലില്ലാഹ്, റസൂലിന്റെ പുത്ര, താങ്കൾക്ക് ഒരാളെ വിട്ടാൽ ഞങ്ങൾ അങ്ങോട്ട് വരില്ലേ, വിവരം അറിയിച്ചാൽ പഠിപ്പിക്കാൻ അങ്ങോട്ട് വരില്ലേ എന്നവർ ചോദിക്കും. അപ്പോൾ അദ്ദേഹം ആ ഉദർ സ്വീകരിക്കുകയില്ല. അദ്ദേഹം പറയും, എൽമിനെ ബഹുമാനിച്ചുകൊണ്ട് എൽമ് തേടി നമ്മളാണ് പോകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വാശി പിടിക്കുമായിരുന്നു. അപ്പൊ അത്രമാത്രം അവർ എൽമിനെ ബഹുമാനിച്ചിരുന്നു. ഇത് നമുക്കൊരു ചെറിയ സൂചനയായി ഞാൻ സൂചിപ്പിച്ചതാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മളിത് ഹയാത്താക്കണം. നമ്മുടെ മനസ്സിലുള്ള ഈ ബഹുമാനം, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളോടുള്ള ബഹുമാനം, അത് കാണിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. മുസ്ഹഫിനോടുള്ള ബഹുമാനം, ഖുർആാനിനോടുള്ള ബഹുമാനം. ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ ഓതുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കുന്ന നിയ്യത്തുകളിൽ ഒരു നിയ്യത്താണ്, നമ്മൾ പല നിയ്യത്തിനും ഖുർആൻ ഓതും. ഇപ്പൊ സൂറത്തുൽ ബഖറ ഓതിയാൽ വീട്ടിൽ ശൈത്താന്മാർ വരില്ല, അതുകൊണ്ട് സൂറത്തുൽ ബഖറ ദിവസം ഓതുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഓരോ അക്ഷരത്തിന് പ്രതിഫലമുണ്ട്, അതിനുവേണ്ടി ഓതുന്നവരുണ്ട്. അതുപോലെ ഇൽമിന് വേണ്ടി ഓതുന്നവരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമയം ഖൈറിന് വേണ്ടി ചെലവഴിക്കാന്നുള്ള നിയ്യത്തിൽ, ഇങ്ങനെ പല നിയ്യത്തിൽ ഖുർആൻ ഓതുന്ന ആൾക്കാരുണ്ട്. ഹിഫ്ളാക്കാൻ വേണ്ടി ഓതുന്നവരുണ്ടാവും. ആ കൂട്ടത്തിൽ വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു നിയ്യത്താണ്, ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഉദ്ദേശമാണെന്ത്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അവന്റെ കലാം നമ്മൾ പാരായണം ചെയ്യുക എന്നുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ കലാം ഓതാനുള്ള അവസരം എന്നുള്ളത് അള്ളാഹ് നമുക്ക് തരുന്ന ഒരു അംഗീകാരമാണ്. ഈ ദുനിയാവിൽ നമുക്ക് പാരായണം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച വാക്കുകളാണ് ഖുർആൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഖുർആൻ അതും പിടിച്ച് ഇരിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത്
അള്ളാഹു ഒരാൾക്ക് നൽകുന്ന ഒരു കറാമത്താണ്, വലിയൊരു ആദരവാണ്. അപ്പൊ ആ ഒരു നിയ്യത്ത് മനസ്സിലുണ്ടായിരിക്കണം. അപ്പൊ ഇങ്ങനെ ഇൽമിനോട്, ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട്, ദീനുമായി ബന്ധമുള്ള എല്ലാ കാര്യങ്ങളോടും നമ്മുടെ മനസ്സിൽ ആദരവും ബഹുമാനവും ഉണ്ടായിരിക്കണം. അത് എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഖൈറുണ്ടാകും, അതിനനുസരിച്ച് നമ്മുടെ ഈമാൻ വർദ്ധിക്കും. അപ്പൊ ഇതൊക്കെ തഖ്വയുടെ അടയാളമായിട്ട് അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ്. അടുത്ത ആയത്ത് നബവി റഹ്മഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത് വഖ്ഫിദ് ജനാഹക ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് നീ ചിറക് താഴ്ത്തി കൊടുക്കുക. എന്താ ചിറക് താഴ്ത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, സാധാരണ പക്ഷികളാണ് ചിറക് ഉള്ളത്, പക്ഷികൾക്കാണല്ലോ ചിറകുള്ളത്. പക്ഷികൾ എപ്പോഴാണ് ചിറക് താഴ്ത്തുക? അതിന്റെ കൂടെ അതിന്റെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ മറ്റാരെങ്കിലും അതിനെ ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ ഈ കുട്ടികൾക്ക് അത് ചിറക് താഴ്ത്തി ആ ചിറകിനകത്ത് ആ കുട്ടിയെ ഒതുക്കി നിർത്തും. ഇതാണ് ചിറക് താഴ്ത്തുക എന്ന് പറഞ്ഞാൽ. അപ്പൊ മുഅ്മിനീങ്ങൾക്ക് നീ ചിറക് താഴ്ത്തി കൊടുക്കുക. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം ഈ രൂപത്തിൽ അല്ലാഹു തആല പ്രയോഗിച്ചിട്ടുള്ളത് മാതാപിതാക്കളുടെ കാര്യത്തിലാണ്. മറ്റൊരു സ്ഥലത്ത് വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, ആയത്തിന് ശേഷം എന്താണ് പറയുക? വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യം കൊണ്ട് നീ അവർക്ക് ചിറക് താഴ്ത്തി കൊടുക്കുക. അപ്പൊ മാതാപിതാക്കളോട് ഒരു മകൻ, സ്നേഹമുള്ള, മര്യാദയുള്ള, ബഹുമാനമുള്ള ഒരു മകൻ എങ്ങനെയാ പെരുമാറുക? എത്ര സ്നേഹത്തിൽ, എത്ര ബഹുമാനത്തിൽ പെരുമാറും? അതേ വാക്കാണ് എല്ലാ മുഅ്മിനീങ്ങളോടും പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ അല്ലാഹു തആല ഉപയോഗിച്ചത്. വഖ്ഫിദ് ജനാഹക ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് നീ ചിറക് താഴ്ത്തി കൊടുക്കുക. മറ്റൊരായത്തില് വഖ്ഫിദ് ജനാഹക ലിമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ എന്ന് ഉപയോഗിച്ചതായിട്ട് കാണാം. വഖ്ഫിദ് ജനാഹക ലിമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ, സൂറത്ത് ശുഅറയിൽ. നിന്നെ ഇത്തിബാ ചെയ്തിട്ടുള്ള, നിന്നിൽ വിശ്വസിച്ചിട്ടുള്ള മുഅ്മിനീങ്ങൾക്ക് നീ ചിറക് താഴ്ത്തി കൊടുക്കുക. അപ്പോൾ മുഫസ്സിരീങ്ങൾ, ഉലമാക്കൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, അള്ളാഹുയുടെ താഴ്മ കാണിക്കാൻ പറഞ്ഞത് ആരോടാണ്? മുഅ്മിനീങ്ങളോട്. ഒരു സ്ഥലത്ത് ഇത്തിബാ ഉള്ള മുഅ്മിനീങ്ങളോട്. അപ്പോൾ ഒരു കൽപ്പന ഒരു സിഫത്തുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ, മുഅ്മിനീങ്ങളോട് ഇങ്ങനെ ചെയ്യുക, മുത്തബിഈങ്ങളോട് ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ പറഞ്ഞ സിഫത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ആ കൽപ്പനയുടെ ഗൗരവവും കൂടും. അപ്പോൾ ആർക്കാണോ കൂടുതൽ സുന്നത്തുള്ളത്, ആരാണോ കൂടുതൽ ഇത്തിബാ ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിക്കുകയും അമൽ ചെയ്യുകയും ചെയ്യുന്നത്, അതിനനുസരിച്ച് അവരോടുള്ള താഴ്മ കൂടണം, അവരോട് കൂടുതൽ സ്നേഹവും താഴ്മയും പ്രകടിപ്പിക്കണം. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ആരോടാണ് കൂടുതൽ ബഹുമാനം കാണിക്കുന്നത്, കൂടുതൽ താഴ്മ കാണിക്കുന്നത്, അത് ഈമാൻ കൂടുതലുള്ള ആളോടായിരിക്കണം. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം. ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൽബിലുള്ള അഖീദയും അതുപോലെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളും, ഇതൊക്കെ ഈമാനിൽ ഉൾപ്പെടും. അപ്പൊ ആർക്കാണോ ദീൻ കൂടുതലുള്ളത് അതിനനുസരിച്ചായിരിക്കണം അയാളോട് നമ്മൾ താഴ്മ കാണിക്കുന്നത്. പക്ഷെ വളരെ വിഷമകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഇത് മുൻകാലത്തെ ഉണ്ടായിട്ടുള്ള അവസ്ഥയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, വലഖദ് അസ്ബഹ ആമ്മതു മുആഖാത്തിൻ നാസി അലാ അംരി ദുനിയ, ജനങ്ങൾ അധികവും തമ്മിൽ ബന്ധപ്പെടുന്നത് ദുനിയാവിന്റെ പേരിലായിരിക്കുന്നു. വദാലിക ലാ യുജ്ദി അലൈഹിം ഷൈആ, അതുകൊണ്ട് അവർക്ക് ഒരു ഉപകാരവും കിട്ടാനും പോകുന്നില്ല. അല്ലെ, ആളുകൾ തമ്മിൽ സ്നേഹം കാണിക്കുക. ഇപ്പോൾ ഒരു സദസ്സിൽ കുറെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് സലാം പറയുകയാണെങ്കിൽ ഓരോരുത്തരോടും ഇങ്ങനെ സലാം പറയും. അപ്പോൾ കുറെ മിസ്കീന്മാരുണ്ട്, കൂട്ടത്തിൽ പണക്കാരുണ്ട്, സ്വാധീനമുള്ള ആൾക്കാരുണ്ട്. ഈ സ്വാധീനമുള്ള ആളുകളുടെ അടുത്തെത്തുമ്പോൾ, പണക്കാരായ ആളുകളുടെ അടുത്തെത്തുമ്പോൾ നമ്മുടെ സലാമിന്റെ ഒക്കെ ശബ്ദമൊക്കെ ഒന്ന് ഉഷാറാകും, നമ്മുടെ മുഖത്തുള്ള ഭാവമൊക്കെ നന്നാകും. എന്നാൽ ഈ മിസ്കീനെ കാണുമ്പോൾ അവന് നമ്മൾ എത്ര മിനിമം സലാം പറയാൻ പറ്റുമോ അങ്ങനെ അളന്നു കൊടുക്കുന്ന പോലെ ആയിരിക്കും. അതിൽ ഇനി കുറച്ചിട്ടൊരു സലാം പറയാൻ പറ്റൂല, ശബ്ദവും ഏറ്റവും കുറവായിരിക്കും, മുഖത്തുള്ള സന്തോഷം കുറവായിരിക്കും. മറ്റേ ആളെ കാണുമ്പോൾ നമ്മൾ നല്ല ഒരു ബോഡി ലാംഗ്വേജ് ആയിരിക്കും നമുക്കുണ്ടായിരിക്കുക. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? അവൻ ചിറക് താഴ്ത്തി കൊടുത്തിരിക്കുന്നത്, അവൻ റഹ്മത്ത് കാണിച്ചിരിക്കുന്നത് ആരോടാണ്? ദുനിയാവിന്റെ പേരിലാണ്. അപ്പൊ ദുനിയാവിന്റെ പേരിലുള്ള ഈ സ്നേഹം കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ യുജ്ദി അലൈഹിം ഷൈഅ, അതുകൊണ്ട് യാതൊരു ഉപകാരവും കിട്ടാൻ പോകുന്നില്ല. ഈ പണക്കാര് അല്ലെങ്കിൽ ഈ സ്വാധീനമുള്ള ആളുകൾ, ഈ നാട്ടിലെ നേതാക്കന്മാര്, അവരിങ്ങോട്ട് ഒരാൾ ചിരിച്ചു അല്ലെങ്കിൽ സലാം പറഞ്ഞു അതിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. ആഖിറത്തിലും ഒന്നും ഇവന് കിട്ടാൻ പോകുന്നില്ല. നേരെ മറിച്ച് ദുനിയാവിലും ആഖിറത്തിലും ചിലപ്പോൾ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാക്കുണ്ട്, മൻ ജമഅത്ഹുമുദ് ദുനിയ ഫറഖത്ഹും, ദുനിയാവ് ആരെയാണോ അടുപ്പിക്കുന്നത് ദുനിയാവ് തന്നെ അവരെ അകറ്റുകയും ചെയ്യും. കാരണം ദുനിയാവിന്റെ പേരിൽ സ്നേഹിച്ചിട്ടുള്ള ആളുകൾ ദുനിയാവിന്റെ പേരിൽ തന്നെ തെറ്റിയതായിട്ട് ചരിത്രമുള്ളൂ. അപ്പൊ നമ്മുടെ സ്നേഹവും വെറുപ്പും നമ്മുടെ ബഹുമാനവും ആദരവും ഒക്കെ ഈമാന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇത് നമ്മളാരും നമുക്ക് ആദരവ് കിട്ടാൻ വേണ്ടി പറയുന്നൊന്നുമല്ല, അള്ളാഹിന്റെ കിതാബിലുള്ളതാണ്. വഖ്ഫിൽ ജനാഹക ലിമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ, അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നതാണ്, നമ്മുടെ റബ്ബ് നമ്മോട് പറയുന്നതാണ്. നിങ്ങൾ താഴ്മ കാണിക്കേണ്ടത്, സ്നേഹം കാണിക്കേണ്ടത് ദീനുള്ളവരോടാണ്. അതിനിപ്പോ നമുക്ക് ദീന് കുറവാണെങ്കിലും, നമുക്ക് ദീന് കുറവാകുമ്പോൾ നമുക്ക് നമ്മുടെ ആ റേഞ്ചിലുള്ള ആൾക്കാരോട് കമ്പനി കൂടാം എന്ന് വിചാരിക്കുന്നത് ശരിയല്ല.
നേരെ മറിച്ച് ദീനിന്റെ കാര്യത്തിൽ നമ്മെക്കാൾ ഉയർന്ന ആളുകളെ ബഹുമാനിക്കുകയും അവരോട് കൂടെ ഇരിക്കുകയും അവരെ ആദരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് നമുക്ക് നിർബന്ധമായിട്ടുള്ളതാണ് അല്ലാഹു തആല ഇവിടെ കൽപ്പിച്ചിട്ടുള്ളത്. അടുത്ത ആയത്ത് നബവി റഹ്മഹുല്ലാഹ് ഈ കിതാബിൽ ബാബു തഅലീമു ഹുർമാത്തിൽ മുഅ്മിനീൻ എന്നുള്ള ബാബിൽ കൊടുത്തിട്ടുള്ളത് മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ എന്നുള്ള ആയത്താണ്. സൂറത്ത് മാഇദയിലെ 32-ാമത്തെ ആയത്ത്. ആരാണോ ഒരു മനുഷ്യനെ കൊല്ലുന്നത് ബിഗൈരി നഫ്സിൻ, കൊലപാതകത്തിനുള്ള ശിക്ഷയായിട്ടല്ലാതെ, വധശിക്ഷയായിട്ട് കൊല്ലുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഔ ഫസാദിൻ ഫിൽ അർദ്, അല്ലെങ്കിൽ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയതിന് പകരമായിട്ടല്ലാതെ വെറുതെ ഒരാളെ കൊല ചെയ്താൽ ഫകഅന്നമാ ഖതല الناس ജമീഅ, അവൻ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. വമൻ അഹ്യാഹ, ആരാണോ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്നത് ഫകഅന്നമാ അഹ്യ الناس ജമീഅ, അവൻ സകല മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചതുപോലെയാണ്. എന്താണ് ഇതിന്റെ വിശദീകരണം? ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്, മുഅ്മിനീങ്ങൾക്കൊക്കെ ഒരേ മൂല്യമാണുള്ളത്. പൊതുവിൽ അവരുടെ അമലിനും ഈമാനും അനുസരിച്ച് മൂല്യം വ്യത്യാസപ്പെടും. പക്ഷേ അടിസ്ഥാനപരമായി എല്ലാ മുഅ്മിനീങ്ങളും തുല്യരാണ്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനെ ഒരാൾ കൊല്ലാൻ ധൈര്യപ്പെട്ടാൽ അവൻ എല്ലാ മുഅ്മിനീങ്ങളെയും കൊന്നതുപോലെയാണ്. കാരണം ഒരു മുസ്ലിമിനെ കൊലപ്പെടുത്തുക എന്നുള്ള തെറ്റാണ് അവൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു മുസ്ലിമിനെ കൊല്ലുക, അന്യായമായി കൊല്ലുക എന്നുള്ളത് ഫകഅന്നമാ ഖതല الناس ജമീഅ, സകല മുസ്ലിമീങ്ങളെയും കൊന്നതുപോലെയാണ്. ഏതുപോലെയാണ് ഈ വിഷയം? നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖൗമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞത്, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖൗമിനെ കുറിച്ച് പറഞ്ഞത് കദ്ദബത് ഖൗമു നൂഹിൻ അൽ മുർസലീൻ, നൂഹിന്റെ ഖൗമ് നിഷേധിച്ചിരിക്കുന്നു അൽ മുർസലീൻ, മുർസലീങ്ങളെ നിഷേധിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ഖൗമില് ഒരു റസൂലേ വന്നിട്ടുള്ളൂ, നൂഹ് അലൈഹി ഇസ്ലാം, അദ്ദേഹം മാത്രം. അപ്പൊ എന്തുകൊണ്ടാണ് അവര് മുർസലീങ്ങളെ നിഷേധിച്ചു എന്ന് പറഞ്ഞത്? കാരണം ഒരു റസൂലിനെ നിഷേധിച്ചാൽ അവൻ എല്ലാ റസൂലുമാരെയും നിഷേധിച്ചതുപോലെയാണ്. അതുകൊണ്ടാണ് നമ്മൾ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്, ആരെങ്കിലും ഈസാ അലൈഹി ഇസ്ലാമിനെ അപമാനിച്ചാൽ, ഈസാ അലൈഹി ഇസ്ലാമിനെ ഒരാൾ ചീത്ത പറഞ്ഞാൽ അവൻ കാഫിറാണ്. കാരണം ഈസാ അലൈഹി ഇസ്ലാമിനെ ചീത്ത പറയുന്നതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുന്നതും തമ്മിൽ നമുക്ക് വ്യത്യാസമില്ല. കാരണം അവരൊക്കെ റസൂൽ എന്നുള്ള സ്ഥാനത്താണുള്ളത്. അത് അപമാനിക്കാനും അനാദരവ് പ്രകടിപ്പിക്കാനും പറ്റാത്ത സ്ഥാനമാണ് റസൂലിന്റെ സ്ഥാനം. അതുപോലെ ഒരു മുഅ്മിന്റെ സ്ഥാനം എന്ന് പറയുന്നത് കൊലപാതകം എന്നുള്ള കാര്യം ചെയ്യാൻ പാടില്ലാത്ത സ്ഥാനമാണ്. ഒരു മുഅ്മിനെ ഉപദ്രവിക്കാൻ പാടില്ല, കൊലപാതകം പോയിട്ട് അതിന് താഴെയുള്ള ഉപദ്രവം പോലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫകഅന്നമാ ഖതല الناس ജമീഅ, അവൻ എല്ലാ മുസ്ലിമീങ്ങളെയും കൊന്നതുപോലെയാണ്. അതിൽ നിന്ന് ഒഴിവുള്ളത് രണ്ട് കാര്യങ്ങളാണ്, ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്. ഈ ആയത്തിൽ പറഞ്ഞത് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ഒരു കൊലപാതകത്തിന് പകരമായിക്കൊണ്ട്, അല്ലെങ്കിൽ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയതിന്. കൊലപാതകത്തിന്റെ കാര്യം വ്യക്തമാണ്, നമുക്കറിയാം ഇസ്ലാമിൽ കൊലപാതകത്തിന്റെ ശിക്ഷ വധശിക്ഷയാണ്. ഫസാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയിൽ ഫസാദ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫസാദ് ഉണ്ടാക്കിയാൽ അപ്പാടെ ആളെ കൊല്ലുക എന്നുള്ളതല്ല. ഒരാളിപ്പോ ഒരാളെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പൊളിച്ചു അന്യായമായിട്ട്, അപ്പൊ ഈ പൊളിച്ച ആളെ പിടിച്ച് കൊല്ലുക, ഫസാദ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് വധശിക്ഷ, അങ്ങനെയില്ല. നേരെ മറിച്ച് വ്യാപകമായ ഫസാദ്, ഉദാഹരണത്തിന് ലഹരി വസ്തുക്കൾ കച്ചവടം ചെയ്യുക, അതുപോലെ ബാത്തിലായ പിഴച്ച അഖീദകളിലേക്ക്, ഷിർക്കിലേക്ക് ദഅവത്ത് ചെയ്യുക, അതിനൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളിലെ ശിക്ഷ ഈ പറഞ്ഞതാണ്. അതിന് വേറെ തെളിവുണ്ട്, വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ വറസൂല, അല്ലാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചവർക്കുള്ള ശിക്ഷ, വയസ്ഔന ഫിൽ അർദി ഫസാദൻ, അതുപോലെ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവർക്കുള്ള ശിക്ഷ, അൻ യുഖത്തലു, ഒന്നുകിൽ അവരെ കൊന്നുകളയുക, ഔ യുസല്ലബു, അല്ലെങ്കിൽ കുരിശിൽ തറക്കുക, ഔ തുഖത്തഅ ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫിൻ, അല്ലെങ്കിൽ വിപരീത ദിശയിൽ കൈയും കാലും വെട്ടുക, അങ്ങനെ വലത്തെ കൈയും ഇടത്തെ കാലും, അല്ലെങ്കിൽ ഇടത്തെ കൈയും വലത്തെ കാലും മുറിച്ചു കളയുക, ഔ യുൻഫൗ മിനൽ അർദ്, അല്ലെങ്കിൽ നാട് കടത്തുക. ഈ 4 ശിക്ഷകളാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർക്ക്. കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ബാത്തിലായ അഖീദകളിലേക്ക്, ബിദ്അത്തുകളിലേക്ക് ക്ഷണിക്കുക, അല്ലെങ്കിൽ ആളുകളുടെ ദീൻ നശിപ്പിക്കുന്ന തരത്തിലുള്ള വ്യഭിചാരവും ലഹരി വസ്തുക്കളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാട്ടിൽ പ്രചരിപ്പിക്കുക. ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇതാണ് കിട്ടാനുള്ള ശിക്ഷ. അത് അവരുടെ തെറ്റിന്റെ ഗൗരവത്തിനനുസരിച്ച്, വലിയ തെറ്റാണെങ്കിൽ അവർക്ക് വധശിക്ഷയോ കുരിശിൽ തറക്കലോ ഒക്കെ, അതിന്റെ താഴെയാണെങ്കിൽ കാലും കൈയും വെട്ടൽ, അതിന്റെ താഴെയാണെങ്കിൽ നാട് കടത്തൽ എന്നൊക്കെയാണ് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പൊ ഇതല്ലാതെ ഒരാൾ കൊന്നിട്ടുണ്ടെങ്കിൽ ഫകഅന്നമാ ഖതല الناس ജമീഅ, അവൻ സകല മുസ്ലിമീങ്ങളെയും കൊന്നതുപോലെയാണ്. ഇതിൽ നിന്നുള്ള ഗുണപാഠം എന്താണ്? ഒരു മുസ്ലിമിന്റെ സ്ഥാനം വളരെ വലുതാണ് ഇസ്ലാമിൽ. അവൻ എത്ര മിസ്കീനായിരുന്നാലും, എത്ര സമൂഹത്തിൽ ആളുകൾക്ക് താല്പര്യമില്ലാത്ത ആളാണെങ്കിലും, ഇനി സ്വഭാവം അല്പം മോശമാണെങ്കിലും, മുസ്ലിമാണോ, അവൻ അല്ലാഹു തആല ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അവൻ അള്ളാഹുവിന്റെ ഹുർമാത്തിൽപ്പെട്ടതാണ്, അള്ളാഹു ആദരിച്ചിട്ടുള്ളവനാണ്. ആ ആദരവ് നമ്മൾ കൊടുക്കുന്നുണ്ടോ, ഇത് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. അടുത്തതായി ഹദീസുകളാണ് നബവി റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത്. പതിവ് പോലെ
وعن أبي موسى رضي الله عنه قال قال رسول الله صلى الله عليه وسلم المؤمن للمؤمن كالبنيان. ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് കൽബുന്യാൻ, ഒരു കെട്ടിടം പോലെയാണ്. യശുദ്ദു ബഅ്ളുഹു ബഅ്ളാ, അതിൽ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിന് കരുത്തു പകരും. വശബ്ബക ബൈന അസാബിഇഹി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിരലുകൾ തമ്മിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചു, പരസ്പരം കരുത്ത് പകരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗം മറ്റ് ഭാഗങ്ങളെ താങ്ങി നിർത്തുന്നത് പോലെ ഒരു മുഅ്മിൻ തന്റെ സഹോദരങ്ങളായ മറ്റു മുഅ്മിനീങ്ങൾക്ക് കരുത്ത് പകരുന്നവനായിരിക്കണം. നമ്മുടെ കൂട്ടത്തിൽ ദുർബലനായ ഒരാളുണ്ട്, ദരിദ്രനായ ഒരാളുണ്ട്. അവന്റെ ദാരിദ്ര്യവും അവന്റെ രോഗവും അവന്റെ വിവാഹം കഴിക്കാത്ത പെൺമക്കളും ഇതൊക്കെ നമ്മുടെ കൂടി വിഷമമായിരിക്കണം. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാൻ അതിനനുസരിച്ചുണ്ട് എന്നർത്ഥം. കാരണം അൽ മുഅ്മിനു ലിൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന് ബിൽഡിംഗ് പോലെയാണ്, കെട്ടിടം പോലെയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഈമാൻ എത്രയുണ്ട് എന്ന് അളക്കാനുള്ള മറ്റൊരു മാർഗം കൂടിയാണിത്. ഒരു മുസ്ലിമായ സഹോദരന്റെ രോഗത്തെക്കുറിച്ച് കേട്ടു, നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായമുണ്ട്. നമുക്കൊന്നുമില്ലെങ്കിൽ അയാളെ സന്ദർശിക്കാം, റുഖ്യ ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ അയാളൊന്ന് ആശ്വസിപ്പിക്കാം. അതുപോലെ ദരിദ്രനായ ജോലിയില്ലാത്തൊരു സഹോദരനുണ്ട്, അവന് നമുക്ക് സഹായിക്കാൻ കഴിയും, അവന് വേണ്ടി എന്തെങ്കിലും ശുപാർശ പറയാൻ നമുക്ക് കഴിയും. എന്നിട്ട് നമ്മൾ ആ കാര്യത്തിൽ ഇടപെടുന്നേയില്ല, പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിലും അതെന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന നിലപാടാണ് നമുക്ക് എങ്കിൽ, ചിലപ്പോൾ ആളുകൾ നമ്മെക്കുറിച്ച് നല്ലത് പറയും, അവൻ അവന്റെ കാര്യത്തിന് പറ്റിയവനാണ്, മറ്റ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാത്തവനാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ നമ്മൾ പുകഴ്ത്തിയെന്ന് വരും. പക്ഷേ അതിന്റെ അർത്ഥം എന്താണ്? ശരിക്ക് നമ്മുടെ മുഅ്മിൻ എന്ന ആ വാക്കിന് ബലം പോരാ, നമ്മൾ ശരിക്കുള്ള മുഅ്മിനായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ ഹദീസ് നമ്മളെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ബന്ധം ഈ ഹദീസിന് മനസ്സിലാക്കാം. സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നമുക്കെമ്പാടും ഉദാഹരണങ്ങളുണ്ട്. നമ്മളൊക്കെ സലഫികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആൾക്കാരാണ്. സലഫി എന്ന് പറഞ്ഞാൽ എന്താ? സലഫു സാലിഹീങ്ങളെ ഇത്തിബാ ചെയ്യുന്നവർ. സലഫു സാലിഹീങ്ങൾ എങ്ങനെയായിരുന്നു? ഹിജ്റ ചെന്നപ്പോ മദീനയിലുള്ള അൻസാരിയായ സഅദ് ബിൻ റബീഅ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സഹോദരനായ മുഹാജിർ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണ്? എന്റെ 2 ഭാര്യമാരുണ്ട്, ആരെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, തൊലാക്ക് ചെയ്തു തരാം. അതുപോലെ എന്റെ സ്വത്തിന്റെ പകുതി താങ്കൾക്ക് തരാം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ബാറക്കല്ലാഹു ലക ഫീ മാലിക വ അഹ്ലിക, നിന്റെ കുടുംബത്തിലും ഭാര്യമാരിലും സ്വത്തിലുമൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ദുല്ലനി അലാ സൂഖിൽ മദീന, എനിക്ക് മദീനയിലെ സൂക്ക് കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്നീട് വലിയ പണക്കാരനായി മാറി എന്നൊക്കെയാണ് ചരിത്രം. സ്വഹീഹായ സംഭവമാണ്, സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. അപ്പോൾ ഒരു സഹോദരന് വേണ്ടി സ്വന്തം കുടുംബവും സ്വന്തം സ്വത്തും ഉപേക്ഷിക്കാൻ അവർ തയ്യാറായി. അങ്ങനെയായിരുന്നു സഹാബത്ത്. അതുപോലെ നിരവധി സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഈ ഗുണം നമ്മിൽ ഉണ്ടാവേണ്ടതാണ്. കാരണം ഒരു മുഅ്മിന്റെ സ്ഥാനം അത്രയും വലുതാണ്. അടുത്ത ഹദീസ് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ മർറ ഫീ ഷൈഇൻ മിൻ മസാജിദിനാ, നമ്മുടെ മസ്ജിദുകളിൽ ആരെങ്കിലും കടന്നുപോയാൽ, ഔ അസ്വാഖിന, അല്ലെങ്കിൽ നമ്മുടെ സൂഖിൽ ആരെങ്കിലും കടന്നുപോയാൽ, വമഅഹു നബ്ലുൻ, അവന്റെ കയ്യിൽ അവന്റെ അമ്പുണ്ട്. അപ്പൊ പഴയ കാലത്ത് ആയുധമായി ഉപയോഗിച്ചിരുന്നതാണ് അമ്പ്. അപ്പൊ അമ്പും പിടിച്ചുകൊണ്ട്, കുന്തം കയ്യിൽ പിടിച്ചുകൊണ്ട് ആരെങ്കിലും അങ്ങാടിയിലൂടെ പോയാൽ, ഫൽയുംസിക് ഔ ലിയഖ്ബിദ് അലാ നിസാലിഹാ ബികഫിഹി, അതിന്റെ കൂർത്ത ഭാഗത്തിനാണ് നിസാൽ എന്ന് പറയുന്നത്. ആ കൂർത്ത ഭാഗം, മൂർച്ചയുള്ള ഭാഗം അവന്റെ കൈകൊണ്ട് പിടിക്കട്ടെ. അൻ യുസീബ അഹദൻ മിനൽ മുസ്ലിമീന മിൻഹാ ബിശൈ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ആരെയെങ്കിലും അത് ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി, അപ്പൊ ആരുടെയെങ്കിലും ശരീരത്തിൽ ഒരു പോറലേൽക്കാതിരിക്കാൻ വേണ്ടി ആ മൂർച്ചയുള്ള ഭാഗം അവൻ പിടിക്കട്ടെ. അപ്പൊ എത്ര ഒരു മുസ്ലിമിന് ആദരവ് കൊടുത്തിട്ടുണ്ട്, സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അറിയാതെ ഇത് ആരെങ്കിലും ശരീരത്തിൽ തട്ടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അറിഞ്ഞുകൊണ്ട് എന്തായാലും ഉപയോഗിക്കുകയില്ല. പള്ളിയിൽ വെച്ചോ അല്ലെങ്കിൽ അങ്ങാടിയിൽ വെച്ചോ ഒരാൾ ആയുധം ഉപയോഗിക്കാൻ പോകുന്നില്ല. അപ്പൊ അറിയാതെ എങ്ങാനും ഒരാളുടെ മേൽ ഇത് പോറലേൽപ്പിച്ചാലോ, അതുകൊണ്ട് സൂക്ഷിക്കണം. ഇസ്ലാം എത്രമാത്രം ഒരു മുസ്ലിമിന് ആദരവ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുസ്ലിം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അൻ യുസീബ അഹദൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ഒരാളെ അത് ഉപദ്രവിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇതിന്റെ വിശദീകരണമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഒരു മുസ്ലിമിന് ഉപദ്രവം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഏത് കാര്യമായാലും അത് സൂക്ഷിക്കണം. ഇപ്പൊ ഒരു വടി പിടിച്ച് നമ്മൾ നടക്കുകയാണെങ്കിൽ ആ വടി ഇങ്ങനെ നീട്ടിപ്പിടിച്ച് നടക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെ വിലങ്ങനെ പിടിച്ച് നടക്കരുത്. നേരെ മറിച്ച് കുത്തനെ പിടിച്ച് അതിന്റെ ഒരു ഭാഗം മുകളിലേക്കും ഒരു ഭാഗം താഴേക്കുമായി പിടിച്ച് നടക്കുക. അപ്പൊ ആരുടെയും ശരീരത്തിൽ അത് തട്ടുകയില്ല. അങ്ങനെ ആയിരിക്കണം. അതുപോലെ കൊട കൊണ്ട് നടക്കുകയാണെങ്കിൽ, കൊട കയ്യിൽ പിടിച്ച് നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ ശരീരത്തിൽ അത് തട്ടി ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും ഇതുപോലെ കുത്തനെ പിടിച്ച് നടക്കണമെന്ന് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പൊ ഇസ്ലാമിന്റെ അഹ്കാമുകൾ നോക്കിയാൽ, ഫിഖ്ഹിന്റെ മസലകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്, മുഅ്മിനീങ്ങൾ തമ്മിൽ മാനസികമായ ഒരു വെറുപ്പും വിദ്വേഷവും ഉണ്ടാകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ശാരീരികമായോ സാമ്പത്തികമായോ ഉള്ള നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ട്. രണ്ടാളുകൾ തമ്മിൽ ഒരു കച്ചവടം നടക്കുകയാണെങ്കിൽ അതിൽ ഇടപെട്ട് വില കുറച്ച് കൊടുത്തുകൊണ്ട്
വേറെ ഒരു കച്ചവടം നടത്തരുത്, അല്ലെങ്കിൽ വില കൂടുതൽ തരാമെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട് കാര്യം. അതുപോലെ തന്നെ നിരവധി കച്ചവടത്തിന്റെ രൂപങ്ങൾ അത് പരസ്പരം ശത്രുതയുണ്ടാക്കും, അല്ലെങ്കിൽ സാമ്പത്തികമായി നഷ്ടമുണ്ടാക്കും എന്ന അടിസ്ഥാനത്തിൽ ഹറാമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു മുസ്ലിമിന് നൽകിയിരിക്കുന്ന സ്ഥാനമാണ് കാണിക്കുന്നത്. അടുത്ത ഹദീസ് عن أبي هريرة رضي الله عنه قال قبل النبي صلى الله عليه وسلم الحسن بن علي رضي الله عنهما. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരക്കുട്ടിയായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ ചുംബിച്ചു, ഉമ്മ വെച്ചു. വഇൻദഹു അൽ-അഖറഅ ഇബ്നു ഹാബിസ്, ആ സമയത്ത് അടുത്ത് അഖറഅ ഇബ്നു ഹാബിസ് അത്തമീമി എന്ന് പറയുന്ന സഹാബിയുണ്ട്. ഫഖാല അൽ-അഖറഅ, ഇദ്ദേഹം പറഞ്ഞു, ഇന്നലി അശറത്തൻ മിനൽ വലദ്, എനിക്ക് 10 മക്കളുണ്ട്. മാ ഖബ്ബൽതു മിൻഹും അഹദ, അതിലൊരാളെയും ഞാൻ ഇതുവരെ ഉമ്മ വെച്ചിട്ടില്ല. ഫനദറ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഫഖാല മൻ ലാ യർഹമു ലാ യുർഹം, ആരാണോ മറ്റുള്ളവരോട് കരുണ കാണിക്കാത്തത് അള്ളാഹു അവനോടും കരുണ കാണിക്കുകയില്ല. അപ്പോ ഇസ്ലാമിന്റെ ഒരു മര്യാദയിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഒരു സുന്നത്താണ് ചെറിയ കുട്ടികളോട് കാരുണ്യം കാണിക്കുക എന്നുള്ളത്, ചെറിയ കുട്ടികളെ അടുപ്പിക്കുക എന്നുള്ളത്, അവരെ അകറ്റാനല്ല ശ്രമിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പരിശോധിച്ചാൽ നമുക്ക് ധാരാളം സംഭവങ്ങൾ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളായ ഹസനും ഹുസൈനും ഖുത്ബ നടത്തുന്ന സമയത്ത്, റസൂൽ ഖുത്ബ നടത്തുന്ന സമയത്ത് ഇവർ രണ്ടുപേരും പള്ളിയിലേക്ക് വന്നപ്പോൾ ഖുത്ബ നിർത്തി മിമ്പറിൽ നിന്നിറങ്ങി ഈ കുട്ടികളെ എടുത്ത് അതുപോലെ തിരിച്ചു കയറി ഖുത്ബ നടത്തിയതായിട്ട് കാണാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ ഉമാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സമയത്ത് അടുത്ത് വന്നാൽ അവളെ എടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമായിരുന്നു. എന്നിട്ട് സുജൂദ് ചെയ്യുമ്പോൾ അവിടെ വെക്കും, പിന്നീട് ഖിയാമിലേക്ക് എഴുന്നേറ്റാൽ ആ കുട്ടിയെ എടുത്ത് കയ്യിൽ പിടിക്കും. ഇങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരിക്കൽ സുജൂദ് ചെയ്യുന്ന സമയത്ത് ഹസൻ അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരിൽ ഒരാൾ വന്നിട്ട് മുതുകത്ത് കയറിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞ് പറഞ്ഞു, ഇന്നബ്നി ഇർതഹലനി, എന്റെ ഈ മകൻ, പേരക്കുട്ടിയാണ്, എന്റെ മോൻ എന്നെ വാഹനമാക്കി, വാഹനപ്പുറത്ത് കയറുന്നത് പോലെ എന്റെ പുറത്ത് കയറിയിരുന്നു സുജൂദിൽ വെച്ച്. വഇന്നി കരിഹ്തു അൻ അഖൂമ ഹത്താ യഖ്ദിയ നഹ്മതഹു, അവന്റെ ആവശ്യം കഴിയുന്നതിന് മുമ്പ് അവനെ ഇറക്കാൻ ഞാൻ വെറുത്തു, ഞാൻ മടിച്ചു. അപ്പൊ സുജൂദ് കുറച്ച് നീണ്ടുപോയി. അതിന്റെ കാരണം നിസ്കാരം കഴിഞ്ഞിട്ട് വിശദീകരിച്ചു കൊടുക്കാൻ. അപ്പൊ പുറത്ത് കയറിയപ്പോ പിടിച്ചിറക്കാൻ നോക്കിയില്ല. ഹത്താ യഖ്ദിയ നഹ്മതഹു, അവന്റെ കളി കഴിയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ചെറിയ കുട്ടികളോട് റസൂൽ കാണിച്ചിരുന്ന റഹ്മത്താണ്. അവര് അടുത്തു വരുമ്പോ അകറ്റാനല്ല ശ്രമിക്കേണ്ടത്. ചില ആളുകൾ പള്ളിയിലൊക്കെ കുട്ടികൾ വന്നാൽ അവരെ ദേഷ്യം പിടിച്ച് അകറ്റാൻ ശ്രമിക്കും. അത് വലിയൊരു ദുൽമാണ്. അതിന്റെ അപകടം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തായിരിക്കും. ഈ കുട്ടി ഒരുപക്ഷെ നാളെ ദീനിൽ നിന്ന് തന്നെ തെറ്റിപ്പോകാനത് കാരണമോ. പ്രത്യേകിച്ച് നമ്മുടെ നാട്, അതുപോലെ ഈ കാലഘട്ടം ഷെറിന്റെ എല്ലാ വാതിലുകളും തുറന്നു വെച്ചിരിക്കുകയാണ്. നമ്മൾ ആളുകളെ ഖൈറിലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിലും ഷെറിലേക്ക് എത്തിക്കരുത്. അവരെ നമ്മൾ എന്തെങ്കിലും യുക്തിവാദത്തിലേക്കോ കുഫറിലേക്കോ അല്ലെങ്കിൽ വലിയ വലിയ ഫാഹിസ്തുകളിലേക്കും എത്തിക്കാൻ ഈ ഒരു പെരുമാറ്റം കാരണമാവും. എനിക്ക് പരിചയമുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ, പള്ളിയിലേക്ക് ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത നമ്മുടെയൊക്കെ പ്രായമുള്ള സഹോദരങ്ങൾ. അവൻ അങ്ങനെ ആവാനുള്ള കാരണം അത് അവനൊരു ഉദറല്ല, പക്ഷെ പറയുന്നത് ചെറുപ്പത്തിൽ പള്ളിയിലെ മുഅദ്ദിന്റെ അടുത്ത് നിന്ന് അടി കിട്ടിയിട്ടുണ്ട്, ബാങ്ക് കൊടുക്കുന്ന ആളുകളുടെ മുമ്പിൽ വെച്ച് ഇവനെ അടിച്ചിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്കാത്ത, പള്ളിയിൽ കയറാത്ത ആളുകൾ നമുക്ക് പരിചയമുണ്ട്, തൗഹീദുള്ള ആളുകൾ, ചെറുപ്പക്കാരൻ. അപ്പൊ ഇങ്ങനെയുള്ള പെരുമാറ്റം അത് സുന്നത്തിനെതിരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അവരോട് റഹ്മത്ത് കാണിക്കാനാണ്, കുട്ടികളെ അടുപ്പിക്കാനാണ്. വഅൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖദിമ നാസു മിനൽ അറാബി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സംഘം അറാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. അറാബി എന്ന് പറഞ്ഞാൽ അഹ്ലുൽ ബാദിയ, ഈ മലകളിലും അതുപോലെ തന്നെ നഗരങ്ങളിൽ നിന്ന് അകന്ന് ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അറാബി. അത് നമ്മൾ മലയാളത്തിൽ കാട്ടറബി എന്ന് പറയും. അത് ശരിക്കും ശരിയല്ല. കാരണം അറാബി എന്ന് പറഞ്ഞാൽ അറബി ആയിക്കൊള്ളണമെന്നില്ല. നമ്മുടെ നാട്ടിലുണ്ട് അറാബികൾ, നമ്മുടെ ഈ ആദിവാസികളൊക്കെ അറാബികളാണ്. ചിലപ്പോൾ നമ്മളൊക്കെ തന്നെ നമ്മുടെയൊക്കെ സ്വഭാവം വെച്ച് നോക്കിയാൽ അറാബി എന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ള ആളുകളായിരിക്കും. അപ്പൊ അറാബി എന്ന് പറഞ്ഞാൽ ഒരു പരിഷ്കാരമില്ലാത്ത, പരിഷ്കാരം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് സ്വഭാവത്തിൽ പരിഷ്കാരമില്ലാത്ത, മര്യാദകളില്ലാത്ത, കാരണം അവരുടെ നാട് ഗ്രാമങ്ങളായിരിക്കും, അവിടെ കൂടുതൽ മര്യാദയൊന്നും ആൾക്കാർക്കിടയിൽ ശീലം ഉണ്ടാവുകയില്ല. അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്കാണ് അറാബി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംഘം അറാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. എന്നിട്ട് അവരോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അതുഖബ്ബിലൂന സുബ്യാനക്കും, നിങ്ങൾ കുട്ടികൾക്ക് ഉമ്മ കൊടുക്കാറുണ്ടോ, ചുംബിക്കാറുണ്ടോ കുട്ടികളെ എന്ന് ചോദിച്ചു അവർ. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു പരിപാടി ശീലം തന്നെ ഇല്ല. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. ഖാലു, അവർ പറഞ്ഞു, ലാകിന്ന വല്ലാഹി മാ നുഖബ്ബിൽ, ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. ഇത് സഹാബത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അറാബിയായ സഹാബിയാണെങ്കിൽ സത്യം പറയുള്ളൂ. ആ സത്യം
പിന്നെ മൂടി വെക്കുക പോലുമില്ല. അവർ തുറന്നു പറയും, ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല, കുട്ടികൾ ഉമ്മ വെക്കുന്ന പരിപാടിയില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ അംലികു ഇൻ കാന അല്ലാഹു നസഅ മിൻ ഖുലൂബികും റഹ്മ, നിങ്ങളുടെ കൽബിൽ അള്ളാഹു റഹ്മത്ത് ഇട്ട് തന്നിട്ടില്ലെങ്കിൽ, അത് റഹ്മത്ത് അള്ളാഹു വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമോ, ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ ചെറിയ കുട്ടികളെ ഉമ്മ വെക്കുക എന്നുള്ളത് റഹ്മത്തിന്റെ ഭാഗമാണ്. ഇനി റഹ്മത്ത് ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? ശരി, ഞാൻ അങ്ങനെ റഹ്മത്ത് കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അടുത്ത ഹദീസിൽ ജരീർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലാ യർഹമിന്നാസ ലാ യർഹംഹുല്ലാഹ്, ആരാണോ ജനങ്ങളോട് റഹ്മത്ത് കാണിക്കാത്തത് അള്ളാഹു അവനോട് റഹ്മത്ത് കാണിക്കുകയില്ല. അപ്പൊ ഈ കുട്ടികളോടും അതുപോലെ ദുർബലരായ ആളുകളോടും നമ്മുടെ കീഴിലുള്ള നമ്മുടെ ഭാര്യമാരോടും സഹോദരങ്ങളോടും ഒക്കെ നമുക്ക് റഹ്മത്തില്ലെങ്കിൽ, ഈ പള്ളിയിൽ വരുന്ന കുട്ടികളോട്, അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ ഇടപഴകുന്ന ആരോടായാലും, പ്രായമായ മാതാപിതാക്കളായാലും അവരോട് റഹ്മത്തില്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രതിഫലം? ലാ യർഹമുല്ലാഹ്, അള്ളാഹു അവനോട് റഹ്മത്ത് കാണിക്കുകയില്ല. നമ്മൾ അള്ളാഹുവിന്റെ റഹ്മത്തിന് എത്ര ആവശ്യക്കാരാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കാനിരിക്കുന്നത് നമുക്കറിയില്ല. ഓരോ നിമിഷവും ഓരോ ശ്വാസവും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് നമ്മൾ കഴിച്ചു കൂട്ടുന്നത്. അതുപോലെ ഇനി നമുക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് അനിവാര്യമായി വേണ്ട ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോകാനുണ്ട്. മരണത്തിന്റെ വേദന, അതുപോലെ അതിനുശേഷമുള്ള ഖബറിലെ ജീവിതം, അതുപോലെ സിറാത്ത്, മഹ്ശർ, അവിടെയുള്ള ഹിസാബ്, ഈ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ആവശ്യമാണ്. അങ്ങനെയുള്ള നമുക്ക് എങ്ങനെയാണ് റഹ്മത്തില്ലാതെ ആളുകളോട് പെരുമാറാൻ ധൈര്യം വരുന്നത്? അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അടുത്ത ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ സല്ല അഹദുക്കും ലിന്നാസി ഫൽയുഖഫിഫ്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നമസ്കരിക്കുകയാണെങ്കിൽ, എന്താ ജനങ്ങൾക്ക് വേണ്ടി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ റിയാ ആയിട്ട് നമസ്കരിക്കുന്നതിനെ കുറിച്ചാണോ? അല്ല, ഇമാമ നിന്ന് നമസ്കരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഇമാമ നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ ഫൽയുഖഫിഫ്, അവൻ തഖ്ഫീഫ് ചെയ്യട്ടെ, നമസ്കാരം ലഘൂകരിക്കട്ടെ, ലഘുവാക്കട്ടെ. കാരണം ഫഇന്ന ഫീഹിമു ദ്ദഈഫ വസ്സഖീമ വൽകബീറ, മറ്റൊരു റിവായത്തിൽ വദൽ ഹാജ എന്ന് വന്നിട്ടുണ്ട്. കാരണം അവരുടെ കൂട്ടത്തിൽ ദുർബലനായ ആളുണ്ട്, ആരോഗ്യമില്ലാത്ത ആളുകളുണ്ടാകും, വസ്സഖീം രോഗികളുണ്ടാകും, വൽ കബീർ പ്രായമായ ആളുകളുണ്ടാകും, വദൽ ഹാജ ആവശ്യക്കാരനുണ്ടാകും, യാത്രയുടെ ഇടയിലൊക്കെ വന്ന് നമസ്കാരത്തിൽ കയറിയ ആൾക്കാരുണ്ടാകും. വഇദാ സല്ല അഹദുക്കും ലിനഫ്സിഹി, ഒറ്റക്ക് നമസ്കരിക്കുകയാണെങ്കിൽ, സുന്നത്തൊക്കെ നമസ്കരിക്കുകയാണെങ്കിൽ ഫൽയുതവ്വിൽ മാഷാ, ഉദ്ദേശിക്കുന്ന അത്രയും നീട്ടിക്കൊള്ളട്ടെ. മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പൊ നമസ്കാരത്തിലെ തഖ്ഫീഫിനെ കുറിച്ചാണ് ഈ ഹദീസിൽ പറയുന്നത്. എന്താണ് തഖ്ഫീഫ് എന്ന് പറഞ്ഞാൽ? രണ്ട് വിധത്തിലുണ്ട് തഖ്ഫീഫ്. നമസ്കാരം ലഘൂകരിക്കുക എന്ന് പറഞ്ഞാൽ ഇമാമ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. നമസ്കാരം ലഘൂകരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടു വിധത്തിലുണ്ട്. ഒന്ന് തഖ്ഫീഫുൻ മഹ്മൂദ്, പ്രോത്സാഹിപ്പിക്കപ്പെട്ട തഖ്ഫീഫ് ഉണ്ട്, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള തഖ്ഫീഫ്. അതെന്താണ്? അത്തഖ്ഫീഫുൽ മുവാഫിഖു ലിസ്സുന്ന, സുന്നത്തിന് യോജിച്ച തഖ്ഫീഫാണ്. സുന്നത്തിനെതിരായിട്ടുള്ള തഖ്ഫീഫ്, ഒരാളിങ്ങനെ കാക്ക കൊത്തുന്നത് പോലെ, കോഴി വറ്റു കൊത്തിപ്പെറുക്കുന്ന പോലെയുള്ള നമസ്കാരം, അങ്ങനെ ഇമാമെന്ന് നമസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. ബാക്കിലുള്ള ആൾക്ക് മുഅ്മിനീങ്ങൾക്ക് ഫാത്തിഹ പോലും ഓതാൻ സാധിക്കാത്ത വിധത്തിൽ വേഗത്തിലുള്ള നമസ്കാരം, അത് തഖ്ഫീഫുൻ മദ്മൂമാണ്, ആക്ഷേപിക്കപ്പെട്ട തഖ്ഫീഫാണ്, മുനാഫിഖിന്റെ നമസ്കാരമാണ്. നേരെ മറിച്ച് സുന്നത്തിന് യോജിച്ച തഖ്ഫീഫുണ്ട്. അതെന്താണ് സുന്നത്തിന് യോജിച്ച തഖ്ഫീഫ് എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്നത് പോലെ ഓതുക നമസ്കാരത്തിൽ. ഇനി അത് തന്നെ രണ്ടു വിധത്തിലുണ്ട്. സുന്നത്തിനോട് യോജിച്ച തഖ്ഫീഫ് രണ്ടു വിധത്തിലുണ്ട്. ഒന്ന് തഖ്ഫീഫുൻ ആം, പൊതുവായ തഖ്ഫീഫ്, എപ്പോഴും ഉണ്ടായിരിക്കേണ്ട തഖ്ഫീഫ്, എപ്പോഴും നമ്മൾ ലഘുവായിട്ട് നമസ്കരിക്കണം. പിന്നെ തഖ്ഫീഫുൻ ത്വാരി ഉണ്ട്. ത്വാരി എന്ന് പറഞ്ഞാൽ എമർജൻസി, ചില ഘട്ടങ്ങളിൽ പ്രത്യേകം ഒന്നുകൂടി ലഘൂകരിക്കേണ്ടി വരും. എപ്പോഴും നമസ്കരിക്കുന്നത് എങ്ങനെയായിരിക്കണം? നേരത്തെ പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്നത് പോലെ. അത് ഇപ്പൊ നമ്മൾ നമസ്കരിക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതലാണ്. ഇപ്പൊ നമ്മളൊക്കെ നമസ്കരിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം. എന്തൊക്കെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ഓതാറുള്ളത്? ഹദീസുകളിൽ കാണാം. ഫജ്ർ നമസ്കാരത്തിൽ വെള്ളിയാഴ്ച ദിവസം സജദ, അതുപോലെ സൂറത്തുൽ ഇൻസാൻ അല്ലെങ്കിൽ സൂറത്തുൽ ദഹർ എന്ന് പറയുന്ന ഹൽ അതാ അലൽ ഇൻസാൻ എന്നുള്ള സൂറത്ത്. ഈ രണ്ട് സൂറത്തുകൾ നോക്കിയാൽ നമുക്കറിയാം എത്ര പേജുണ്ട്. സജദ 3 പേജുണ്ട്, അതുപോലെ തന്നെ സൂറത്തുൽ ഇൻസാൻ 2 പേജോളം ഉണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ മുഅ്മിനൂൻ ഓതി എന്നാണ് പറയുന്നത്. സൂറത്തുൽ മുഅ്മിനൂനിലെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കഥ പറയുന്ന അവിടെ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുമ വന്ന് അങ്ങനെ റുക്കോയിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. ഈ പേജ് നിങ്ങൾ എണ്ണി നോക്കിയാൽ കാണാം, 4-ാമത്തെ പേജിലാണ് ഈ കഥ പറയുന്നത്. അപ്പൊ 4 പേജ് എത്തിയിട്ട് നബി സല്ലല്ലാഹു നിർത്തിയിട്ടില്ല, ഒരു അസ്വസ്ഥത ഉണ്ടായിട്ട് അങ്ങനെ റുക്കോയിലേക്ക് പോവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഹദീസുകൾ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്നതായി, മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്തു ദുഹാൻ ഓതിയതായി ഹദീസുണ്ട്.
അതുപോലെ സൂറത്തുൽ മുർസലാത്ത് ഓതിയ ഹദീസുണ്ട്. അതുപോലെ സൂറത്തു തൂർ ഓതിയതായി ഹദീസിലുണ്ട്. അതുപോലെ തന്നെ അപൂർവമായി സൂറത്തുൽ അറാഫ് മഗ്രിബ് നമസ്കാരത്തിൽ ഓതിയതായി ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചില പണ്ഡിതന്മാരത് മൻസൂഖാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്തായിരുന്നാലും നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിട്ടുണ്ട് സൂറത്തുൽ അറാഫ്. സ്വഹീഹായ ഹദീസാണ്. സൂറത്തുൽ അറാഫ് എന്ന് പറഞ്ഞാൽ ഒരു ജുസിൽ കൂടുതലുണ്ട്. അപ്പോൾ അത്രയും മഗ്രിബ് നമസ്കാരത്തിൽ ഓതിയിട്ടുണ്ട്. അപ്പോൾ മഗ്രിബ് വാങ്ങിക്കൊടുത്ത മുതൽ ഇശാ വരെ നമസ്കരിച്ചിട്ടുണ്ടാകും മഗ്രിബ്. ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നാലും ഈ നമസ്കാരം ഖഫീഫാണ്. ഇങ്ങനെ ഓതിയിട്ടുള്ള തഖ്ഫീഫിനാണ് തഖ്ഫീഫ് എന്ന് പറയുന്നത്. അതുപോലെ ഹദീസുകൾ കാണാം. ഉമർ റളിയല്ലാഹു അൻഹു സൂറത്ത് യൂസുഫ് ഓതാറുണ്ടായിരുന്നു. അതുപോലെ സൂറത്തുൽ ഫുർഖാൻ ഓതിയതായി ഒരു ഇമാം സൂറത്തുൽ ഫുർഖാൻ ഓതിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പിറകിൽ നിന്ന് നമസ്കരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇതിൽ തെറ്റുണ്ട് എന്ന് തോന്നി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പരാതി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുപേരെ കൊണ്ട് ഓതിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഹാക്കദ ഉൻസിലത്ത് വഹാക്കദ ഉൻസിലത്ത്, ഇത് രണ്ടും ശരിയാണെന്ന് പറഞ്ഞു. 7 ഖിറാഅത്തിലുള്ള വ്യത്യാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ സൂറത്തുൽ ഫുർഖാൻ ഓതിയിട്ടുണ്ട്. ഈ സൂറത്തുകളൊക്കെ അത്യാവശ്യം ദൈർഘ്യമുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓതുന്നത് പോലെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിറാഅത്ത്. കുറച്ചുകൂടി കൂട്ടേണ്ടതുണ്ട്. നമുക്കിപ്പോൾ അത് കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾക്ക് എന്ത് ചെയ്യും, കുറച്ച് ഓതുമ്പോഴത്തേക്ക് അത് കൂടുതലായിട്ട് തോന്നും. അതിനുള്ള കാരണം മനസ്സിന്റെ രോഗമാണ്. ഖുർആൻ കേൾക്കാൻ വയ്യ, അള്ളാഹുവിന്റെ ദിക്ർ കേൾക്കാൻ വയ്യ. അത് നമ്മൾ സ്വയം പരിശോധന നടത്തേണ്ട കാര്യമാണ്. ഇനി തഖ്ഫീഫുൻ ത്വാരി ഉണ്ട്. ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇതിൽ നിന്നും കുറക്കേണ്ടി വരും. അതെപ്പോഴാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സമയത്ത് കുട്ടികളുടെ കരച്ചിൽ കേട്ടാൽ ആ കുട്ടിയുടെ ഉമ്മ ബുദ്ധിമുട്ടരുത് എന്ന് വിചാരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും കുറക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ ഇതാണ് 2 തരത്തിലുള്ള തഖ്ഫീഫ്. തഖ്ഫീഫുൻ ദായിമുൻ, അതുപോലെ തന്നെ തഖ്ഫീഫുൻ ത്വാരിഉൻ. ഇതൊക്കെ എന്താണ് കാണിച്ചു തരുന്നത്? ഇബാദത്തുകളിൽ പോലും, നമ്മുടെ വിഷയവുമായി ബന്ധമുള്ള ഭാഗം അതാണ്, ഇബാദത്തുകളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളായ ആളുകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചിരുന്നു. ഫഇന്ന വറാഅക്കും അദ്ദഈഫ് വസ്സഖീം വൽകബീർ വദൽ ഹാജ, രോഗികൾ, പ്രായമായ ആളുകൾ, ദുർബലർ, ആവശ്യക്കാർ, അവരൊക്കെ പിന്നിലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. അപ്പോൾ മുസ്ലിമീങ്ങളുടെ അവസ്ഥകൾ ഇബാദത്തുകൾ അല്ലാഹു തആല പരിഗണിച്ചിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഇബാദത്തുകൾക്ക് നമ്മൾ ബഹുമാനം കൊടുക്കണം. ഇബാദത്തിന്റെ സ്ഥാനം എന്താണ്, നമസ്കാരത്തിന്റെ സ്ഥാനം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയവന് ഇതിന്റെ സ്ഥാനം മനസ്സിലാവും, മുസ്ലിമീങ്ങളുടെ വലിപ്പം മനസ്സിലാവും. കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഇബാദത്ത് നമസ്കാരം, അതിൽ ഒരു രോഗിയുടെ ആവശ്യം പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ ഈ രോഗിക്ക് ഇസ്ലാമിൽ എത്ര സ്ഥാനമുണ്ട്. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ, നമ്മുടെ ദുനിയാവിന്റെ മറ്റു തിരക്കുകൾ, നമ്മുടെ അനാവശ്യമായ ചിലപ്പോൾ നമ്മുടെ കളിയും വിനോദവും ഒക്കെ ആയിട്ട് നമ്മൾ മുസ്ലിമീങ്ങളുടെ ആവശ്യങ്ങൾ ഇടപെടാതെ, അവർക്ക് കൊടുക്കേണ്ട വില കൊടുക്കാതെ, അല്ലെ നമുക്ക് ചെറിയൊരു തിരക്കുണ്ട്, അപ്പോൾ ആളുകൾ കൂടി നിൽക്കുന്നിടത്ത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളോട് മാത്രം സലാം പറഞ്ഞ് നമ്മൾ അങ്ങനെ പോകും. നിസ്സാരമായൊരു കാര്യത്തിന് നമുക്ക് ഇവരോട് എല്ലാവരോടും സലാം പറയാം. മുസ്ലിമായ 2 ആളുകൾ തമ്മിൽ സലാം പറഞ്ഞ് കൈ കൊടുത്താൽ അവരുടെ കൈ അവർ പിൻവലിക്കുന്നത് വരെ പാപങ്ങൾ ഉതിർന്നു വീണുകൊണ്ടിരിക്കും എന്ന് ഹദീസിൽ കാണാം. അപ്പൊ ഇത് മുസ്ലിമായ ഏതൊരാൾക്കും ബാധകമാണ്. ഇതിൽ നിന്നൊക്കെ നമ്മൾ ഈ ഹക്കുകളൊക്കെ, മുസ്ലിമീങ്ങൾക്കുള്ള അവകാശങ്ങളൊക്കെ നമ്മൾ തടയുന്നത് നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ഇബാദത്തുകളുടെ കാര്യങ്ങളിൽ പോലും, ഇബാദത്തുകളുടെ വിഷയത്തിൽ പോലും മുസ്ലിമീങ്ങളുടെ അവകാശം പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റു അവസ്ഥകളിൽ എത്രമാത്രം അവരെ, നമ്മുടെ മറ്റു സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരോട് റഹ്മത്ത് കാണിക്കുകയും വേണം എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് ബാക്കി ഈ ബാബിലെ ഹദീസുകൾ നമുക്ക് അടുത്ത ദിവസം വായിക്കാം. അല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലമ അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദ് വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.